16-കാരിക്ക് 28-കാരൻ വരൻ, അതും പ്രവാസി വരൻ. കാസർഗോഡിലാണ് ശൈശവ വിവാഹം നടത്തി 4 പേർ അറസ്റ്റിലായത്. ജുമാ മസ്ജിദിൽ വെച്ച് വിവാഹം നടത്തുകയും 4 പേര്, അതായത് ഉസ്താദ് ഉൾപ്പെടെയുള്ള 4 പേര് അറസ്റ്റിലാവുകയും ചെയ്തു. ചൈൽഡ് മാരേജ് ആക്ട് കുറ്റമാണെന്ന് അറിയാവുന്ന പ്രബുദ്ധ മലയാളികൾ തന്നെ ശൈശവ വിവാഹം നടത്തി കൊടുക്കുകയും അതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംസ്ഥാന സർക്കാരും ഇവിടെ ഉള്ളപ്പോൾ എന്തു വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ആകാമല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ കാസർഗോഡ് തന്നെ ജുമാ മസ്ജിദില് 16 വയസ്സുകാരെ 28 വയസ്സുകാരനായ ഒരു പയ്യൻ വിവാഹം കഴിച്ചത്. ഈ 28 വയസ്സുകാരൻ പയ്യന് ഇനി 28-25 ശേഷമുള്ള ഒരു പെൺകുട്ടീനെ കിട്ടാത്തത് കൊണ്ടാണോ, അതോ ഈ 16 വയസ്സുള്ള പെൺകുട്ടി, അതും പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള പെൺകുട്ടീനെ വിവാഹം കഴിച്ചത്? എന്ത് തന്നെയാണെങ്കിലും കഴിച്ചവനും കൊള്ളാം, നടത്തി കൊടുത്തവനും കൊള്ളാം, കൈ പിടിച്ചു കൊടുത്തവനും കൊള്ളാം. എല്ലാവരും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. പോക്സോ കേസ് തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ആരൊക്കെയാണ് അറസ്റ്റിലായതെന്ന് കൂടി നമുക്ക് നോക്കാം. എടച്ചാക്കെ ബദർ നഗറിലെ ഷാബിർ ഷെയ്ഖ് 28 വയസ്സുള്ള വരന്റെ പേരാണ് ഷാബിർ ഷെയ്ഖ്. പെൺകുട്ടിയുടെ പിതാവ് പടന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പറും എടച്ചാക്കെ അഴീക്കൽ ജുമാ മസ്ജിദ് സെക്രട്ടറിയുമായ PK താജുദ്ദീനും അറസ്റ്റിലായിട്ടുണ്ട്. ബഹു സന്തോഷം. ഇനി ജുമാ മസ്ജിദിലെ ഉസ്താദ് റഹ്മത്തുള്ള എന്നിവരുടെ പേരിലാണ് ചന്ദേര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആട്ടെ, ഇത്രയും പേര് അറസ്റ്റിലായി. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മാർച്ച് മാസത്തില് മൊണാലിസ എന്നൊരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുത്തതാണ്. 16 വയസ്സേ ആ പെൺകുട്ടിക്ക് പ്രായമുള്ളൂ. കാരണം 18 വയസ്സായി എന്ന് കാണിച്ച് വ്യാജരേഖയൊക്കെ കൊണ്ടുവന്നാണ്. പക്ഷെ മധ്യപ്രദേശ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പെൺകുട്ടി ഗർഭിണി ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് അന്വേഷണത്തിൽ സഹകരിക്കാൻ പറ്റില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇപ്പോൾ ആ കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നിൽക്കുന്നത്. പക്ഷേ ആ ഒരു കേസില് ഭർത്താവായ ഫർഹാൻ ഖാനുമെതിരെ മാത്രമേ കേസ് വന്നുള്ളൂ. പക്ഷെ ഇവിടെയോ ഈ കാസർഗോഡ് ജുമാ മസ്ജിദിൽ വെച്ച് നടത്തിയ ഈ വിവാഹത്തില് 4 പേരുൾപ്പെടെ പ്രതികളാണ്. വരൻ 28 വയസ്സുകാരായ പയ്യനും ആ പെൺകുട്ടിയുടെ അച്ഛനും, അതേപോലെ കാർമ്മികത്വം വഹിച്ച പെൺകുട്ടിയുടെ അച്ഛനും, പിന്നെ ജുമാ മസ്ജിദിലെ പുരോഹിതരും അതായത് ഉസ്താദും എല്ലാം അറസ്റ്റിലായിരിക്കുകയാണ്. കാലം പോയ പോക്ക്. സംസ്ഥാന സർക്കാർ ഒരു വിവാഹം നടത്തി കൊടുത്തപ്പോൾ ഇത്രയേറെ അതിനൊരു മാതൃകയാക്കി അടുത്തൊരു കല്യാണം, ശൈശവ വിവാഹം, അതും സെയിം പ്രായത്തിൽ തന്നെ നടത്തുമെന്ന് സ്വപ്നത്തിൽ പോലും സർക്കാർ വിചാരിച്ചു കാണില്ല. അല്ല, എന്താണ് ഈ സർക്കാരിന് ഇതിനെതിരെ പറയാനുള്ളത്? നിങ്ങൾക്ക് വല്ലതും പറയാനുള്ളൂ? അറിഞ്ഞിരുന്നെങ്കിൽ ഇനിയിപ്പോ പള്ളിയിലും കൂടി പോയി നടത്തി കൊടുക്കുമായിരിക്കും അല്ലെ. എന്ത് തന്നെയാണെങ്കിലും ഇവിടെ ചൈൽഡ് മാരേജ് ആക്ട്, ശൈശവ വിവാഹം കുറ്റമായിരിക്കെ ഇങ്ങനെ ഒരു സംഭവം നടന്നതും പോരാനിട്ട് വിവാഹം നടത്തി കൊടുക്കാൻ ഇത്രയേറെ നിയമത്തെ കാറ്റിൽ പറത്തി നടത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ ഒരു ശിക്ഷ തന്നെയാണ് ഇവർക്ക് ലഭിക്കേണ്ടത്. വലിയ പറമ്പ് പഞ്ചായത്തിലെ 16-കാരിയായ പടന്ന പഞ്ചായത്തിലെ പ്രവാസിയായ 28-കാരന് കല്യാണം നടത്തിയെന്നാണ് പരാതി. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. ഏപ്രിൽ 13-ന് ഉസ്താദിന്റെ കാർമ്മികത്വത്തിലാണ് ഈ ചടങ്ങ് നടന്നത്. ഏപ്രിൽ 13-നാണ് ഈ ചടങ്ങ് നടന്നത്. 13-ന് ചടങ്ങ് നടന്നിട്ട് ഇന്ന് ഏപ്രിൽ 22, 12 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. 12 ദിവസവും ആ പെൺകുട്ടീനെ, അതായത് പ്രായപൂർത്തിയായ പെൺകുട്ടി വിവാഹം കഴിച്ചതും പോരാനിട്ട് ആ പെൺകുട്ടീനെ നിയമത്തിനെതിരാക്കുകയല്ലേ ഇവർ ചെയ്തത്. കാരണം പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട കേസാണ്. പെൺകുട്ടിയുടെ അച്ഛനും പെൺകുട്ടിയുടെ അമ്മയും, അതേപോലെ ചെറുക്കന്റെ അച്ഛനും ചെറുക്കന്റെ അമ്മയും, ആ വിവാഹത്തിൽ ആരൊക്കെയാണോ കാർമ്മികത്വം വഹിച്ചത് അവരെല്ലാം കേസിൽ പ്രതികളാകേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ട് അവരെയും കൂടി ഇതിലാക്കുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ പാടില്ലാത്തത്. നമ്മുടെ നിയമം ഇത്രയും കാറ്റിൽ പറത്താനുള്ളതാണോ? ജനാധിപത്യത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് സമാധാനപ്രിയരായ ചില ആളുകളുടെയൊക്കെ സമാധാനത്തിന്റെ മറ്റൊരു വശം അഴിഞ്ഞു വീഴുകയാണല്ലോ. എത്രത്തോളം മുറുക്കി പിടിക്കാൻ ശ്രമിച്ചാലും പഴയ പുരാതന കാലത്തിലേക്ക് നമ്മൾ അറിയാതെ പോകുകയാണോ? അതിന്റെ സൂചനയാണോ ഇത്? 16 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ മാത്രമേ 28 വയസ്സുള്ള ഒരു പ്രവാസിയായ യുവാവിന് കിട്ടുകയുള്ളൂ? അതോ വീട്ടുകാർക്ക് 16 വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഭാരമാണോ? പ്രത്യേകിച്ച് ഒരു പ്രത്യേക മതത്തിൽ പെടുന്ന വിഭാഗത്തിന് 16 വയസ്സ് തികയുന്നതിന് മുമ്പേ കല്യാണം കഴിച്ചു കൊടുക്കാൻ എന്താണ് ഇത്ര നിർബന്ധം? 16 വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടികൾ നിൽക്കുകയില്ലേ വീട്ടിൽ? അതോ നിങ്ങൾക്കൊരു ഭാരമായതുകൊണ്ടാണ് ആരുടെയെങ്കിലും ഒക്കെ തലയിൽ കെട്ടിവെക്കാനൊരു ധാരണ വരുന്നത്? 2 ദിവസം മുന്നേ
പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളഞ്ഞ ഒരു വാർത്ത നമ്മൾ കേട്ടാൽ, ഭർത്താവ് ഭാര്യനെ കത്തിച്ചു കളഞ്ഞു, തീ കൊളുത്തി കൊന്നു, സംശയരോഗം മൂലം കൊന്നു. ഇനി വാർത്തകളൊക്കെ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയാണ് വിവാഹം കഴിച്ചിട്ട് അവരെല്ലാം ഇരകളാകുന്നത്. ഇതിനെല്ലാം പങ്കുവഹിക്കുന്നത് പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എത്രയൊക്കെ വാർത്തകൾ കേട്ടാലും ഒന്നും പഠിക്കുകയും ചെയ്യാത്ത ഒരു മലയാളി സമൂഹത്തിന്റെ നടുക്കാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം നമുക്ക് ചുറ്റും ഒരുപാട് ഇതേപോലെ പ്രായപൂർത്തിയാകാത്ത ഒരു വിവാഹം കഴിച്ചു വിടുന്ന സമ്പ്രദായം ഇപ്പോഴും ഉണ്ട്. അതെങ്ങനെയാണ് വാർത്തയാകുന്നത്? ആരെങ്കിലും ഒക്കെ ഇതിനെതിരെ പരാതി കൊടുക്കുമ്പോൾ മാത്രമാണ്. പ്രത്യേകിച്ച് ഒരു പ്രത്യേക സമുദായത്തില് ഇത്രതരം വാർത്തകൾ വലിയ വാർത്തയൊന്നും ആകുകയില്ല. കാരണം ആരും പുറത്തു പറയാനായിട്ട് പലപ്പോഴും പേടിയായതുമാണ് ഒരു കാരണം. പക്ഷേ പുറത്തു വരണം. മലപ്പുറത്ത് ഇതേ ഒരു സമാനമായ ഒരു സംഭവം, വിവാഹ നിശ്ചയം നടത്തി കഴിഞ്ഞപ്പോൾ കൂടുകയും വെച്ചിട്ട് എല്ലാവരും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതാണ്. പക്ഷേ ചില സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു വിവാഹത്തിന് മാത്രം ചെറുക്കനെ മാത്രമാണ് കുറ്റക്കാരനായത്. ബാക്കിയുള്ളവരെല്ലാം, അതായത് വിവാഹം നടത്തി കൊടുത്ത തന്ത്രി ഉൾപ്പെടെയുള്ളവർ, അമ്പലത്തിലെ പൂജാരി ഉൾപ്പെടെയുള്ളവർ, കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി, MP ആയ A റഹീം, അതേപോലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ MO ഗോവിന്ദൻ, ഇതെല്ലാം കാർമ്മികത്വം വഹിച്ച് നടത്തിക്കൊടുത്ത ഒരു വിവാഹം ഉണ്ടായിരുന്നു. ഇവിടെ മൊണാലിസയുടെ വിവാഹം 16 വയസ്സേ ആ പെൺകുട്ടിക്കായുള്ളൂ. പക്ഷെ ആ പെൺകുട്ടിയുടെ വിവാഹം നടത്തിക്കൊടുത്ത പോലായിട്ട് പിറ്റേ ദിവസം വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് ആൾക്കാരുടെ മുന്നിൽ പ്രസ് മീറ്റ് നടത്തിയിരുന്ന ഒരു മന്ത്രിയും അതിന് കൂട്ടു നിൽക്കുന്ന ഒരു സംസ്ഥാന സർക്കാരും ഇവിടെ ഉള്ളപ്പോൾ ഈ ഒരു ശൈശവ വിവാഹം എന്നല്ല, പലതും ഈ നാട്ടിൽ നടക്കും. കാരണം കേരളം പോകുന്നത് അത്തരത്തിലൊരു കാലഘട്ടത്തിലേക്കാണ്. നമ്മൾ പണ്ട് കുഴിച്ചു മൂടിയ പല ആചാരങ്ങളെ അനാചാരങ്ങളാക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ഈ ഒരു നിയമം നിലനിൽക്കുന്ന ചൈൽഡ് മാരേജ് ആക്ട്, 16 വയസ്സുള്ള പെൺകുട്ടി വിവാഹിതയായാൽ ശിക്ഷ തന്നെയാണ്, ചൈൽഡ് മാരേജ് ആക്ട് തന്നെയാണ്. ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിനും ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയുകയില്ല. മറിച്ച് ഭരണഘടനയേക്കാൾ കൂടുതൽ തങ്ങൾ വിശ്വസിക്കുന്ന ഗ്രന്ഥത്തിന് മൂല്യം കൊടുക്കുമ്പോൾ ഇതല്ല, ഇതിനപ്പുറവും ചെയ്യും. സമാധാന പ്രിയർ എന്ന് സ്വയം അവകാശപ്പെടുന്നവർ കുടുംബത്തിന്റെ സമാധാനം കളയാൻ വേണ്ടിയിട്ടാണോ 16 വയസ്സ് പോലും തികയാത്ത പെൺകുട്ടിയെ മറ്റൊരുത്തന്റെ കൂടെ വിവാഹം കഴിച്ച് വിടുന്നത്? നിങ്ങൾ അവരോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ്. കാരണം 16 വയസ്സിൽ വിവാഹം കഴിച്ച പെൺകുട്ടിക്ക്, ഇപ്പൊ ഇവിടെ പ്രായപൂർത്തിയായിട്ട് 25 വയസ്സിന് മേലെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിക്ക് പോലും ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലാണ് നാം ഉൾപ്പെടെയുള്ളവർ ജീവിക്കുന്നത്. കാരണം പല കേസുകൾ നമ്മൾ തന്നെ കാണുന്നുണ്ട്. ചിലയിടത്ത് സ്ത്രീധന പ്രശ്നമാണ്, ചിലയിടത്ത് തടിയും ബഹളവുമാണ്. എത്രയോ എണ്ണങ്ങളാണ് അരി എത്താതെ തൂക്കുകയറിലും അതേപോലെ പൊള്ളിച്ചും എല്ലാം ക്രൂരമായിട്ട് പീഡിപ്പിച്ചും ഒക്കെ കൊല ചെയ്യപ്പെടുന്നത്. ഇത്രയൊക്കെ കേട്ടിട്ടും നിങ്ങൾ എന്താണ് ഈ 16 വയസ്സുള്ള പെൺകുട്ടിനെ വിവാഹം കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇത്ര മാത്രം നിർബന്ധം? ഇതെല്ലാം മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ, അതായത് നമ്മുടെ ഇവിടുത്തെ സർക്കാർ ഇതിന് തക്കതായ ഒരു മറുപടി കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഒരു വിവാഹപ്രായം പെൺകുട്ടിക്ക് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവാഹപ്രായത്തിനേക്കാൾ താഴെ വിവാഹം കഴിക്കുന്നത് ശിക്ഷാർഹം തന്നെയാണ്. 18 വയസ്സെന്നുള്ളത് കൂട്ടണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം 18 വയസ്സ് ആകാൻ കാത്തിരിക്കുന്ന കുറച്ച് ആളുകൾ ഇവിടെയുണ്ട്. 16 വയസ്സിൽ കെട്ടിക്കാമെങ്കിൽ 18 വയസ്സിന്റെ തലേ ദിവസം വരെ വിവാഹത്തിന് കുടിയടിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് നിങ്ങൾ തന്നെയാണ് സുരക്ഷ. കാരണം നിങ്ങൾ മറ്റൊരു വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ സംരക്ഷിക്കാൻ ആരുമുണ്ടെന്ന് നിങ്ങൾ ഒട്ടും വിചാരിക്കേണ്ട. നിങ്ങൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടത് വിവാഹം കഴിക്കലല്ല, ആർജിക്കണം. അറിവ് ആർജിക്കണം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം നേടണം, സ്വന്തമായിട്ടൊരു തൊഴിൽ വേണം. സ്വന്തമായിട്ടൊരു പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കെതിരെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, അതായത് ആരെങ്കിലും വാക്ക് ഉയർത്തി കഴിഞ്ഞാൽ, വെർബൽ അബ്യൂസ് ചെയ്താലും മെന്റൽ അബ്യൂസ് ചെയ്താലും നമുക്ക് തിരിച്ച് റിയാക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇതിനൊക്കെയുള്ള അവബോധം വേണമെങ്കിൽ വിദ്യാഭ്യാസം ആർജിക്കണം. അല്ലാതെ 16 വയസ്സിൽ വല്ലവന്റെ ഭാര്യയായിട്ട് കൊച്ചുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവൾക്ക് വിദ്യാഭ്യാസ യോഗ്യത നേടുകയില്ല. അതൊരു ട്രാപ്പ് തന്നെയാണ്. അതുകൊണ്ട് 16 വയസ്സിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും കഴിക്കാൻ നിർബന്ധിക്കുന്ന മാതാപിതാക്കളോടും കുട്ടികളായി നിങ്ങൾ തന്നെ പറയണം, എന്റെ വിവാഹപ്രായം ഇപ്പോൾ 16 വയസ്സല്ല. അങ്ങനെ പറയാനുള്ള ഒരു തലമുറയെ നമ്മൾ വാർത്തെടുക്കണം. എന്നാൽ മാത്രമാണ് ഈ നാട്ടില് സ്ത്രീധനത്തിന്റെ പ്രശ്നവും ഭർത്തൃ വീട്ടിലെ കൊലപാതകവും എല്ലാം അവസാനിക്കുകയുള്ളൂ. അതിന് തക്കതായ ഒരു നിയമം ഈ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ആ നിയമത്തെ നമ്മുടെ നാട്ടില് എത്രത്തോളം വില ആളുകൾ കൽപ്പിക്കുന്നു എന്നതാണ് കാരണം. തക്കതായ ഒരു ശിക്ഷ പലപ്പോഴും കിട്ടാത്തതിന്റെ ഒരു അഭാവം കൊണ്ട് തന്നെയാണ്
പലയിടത്തായിട്ട് 16 വയസ്സിലും 15 വയസ്സിലും ഒക്കെ വിവാഹിതയാകുന്നതും 18 വയസ്സ് തികയുന്നതിന് മുമ്പേ കുട്ടികളുടെ അമ്മയാകുന്നതും ഇതെല്ലാം അത്ര നല്ല പ്രവൃത്തികളല്ല. പ്രത്യേകിച്ച് ജനാധിപത്യമായ ഒരു രാജ്യത്ത് ഇതെല്ലാം നടക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. മലപ്പുറത്ത് കാണിച്ചൊരു ശുഷ്കാന്തി കാസർഗോഡിലെ ജുമാ മസ്ജിദിലെ ഉസ്താദ് ഉൾപ്പെടെയുള്ള അറസ്റ്റിലായവരോട് നിങ്ങൾ കാണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ചൈൽഡ് മാരേജ് ആക്ട് ചെയ്യുന്നവരെ ശിക്ഷ എന്താണെന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം. കുഞ്ഞു കുട്ടികളെ, അറിവില്ലാത്ത കുട്ടികളെ, പക്വതയില്ലാത്ത കുട്ടികളെ വിവാഹത്തിന് നിർബന്ധിക്കുന്നവരും വിവാഹാലോചന കൊണ്ടുവരുന്നവരും തയ്യാറായി വരുന്ന വരന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവരെ ഇതിൽ കക്ഷിയിൽ പ്രതി ചേർക്കണമെന്നും അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. എപ്പോൾ നോക്കിയാലും അങ്ങോട്ട് വടക്ക് നോക്കിയിട്ട് മറ്റു സംസ്ഥാനങ്ങളെ കുറ്റം പറയുമ്പോൾ ഇപ്പോൾ നമ്മളും ഏകദേശം ആ ലെവലിലൊക്കെ എത്തിയിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രബുദ്ധ മലയാളികൾ ഇപ്പോൾ വടക്കോട്ട് നോക്കി കുറ്റം പറയുന്നേക്കാൾ നല്ലത് നമുക്ക് ചുറ്റുമൊന്ന് നോക്കി സ്വയം ആത്മനിർവൃതി അടയുന്നതാണ്.